കളമശ്ശേരി ന്യൂ വാൽസ് കോളേജിൽ നിന്നും ഏകദേശം ഒരു 1.25 കിലോമീറ്റർ മാറി 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടുള്ള ഒരു വീട് വരുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. ഏകദേശം ഒരു 30ഓളം വില്ലകളാണ് ഇവിടെ വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 ഫേസിക്ക് വരുന്നുണ്ട്. 2 ഭാഗത്തും എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. ഈ ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ മുകളിലായിട്ട് ഓട് നൽകിയിരിക്കുന്നു. അതിന് താഴെ ടെക്സ്ചർ വർക്കുകൾ നമുക്ക് ആ എ ഷേപ്പിൻ്റെ താഴെ കാണാം. ഇതാണ് ഫ്രണ്ട് എലിവേഷനായിട്ട് വരുന്നത്. ഇവിടെ വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ബാൽക്കണിയും ഒരു കവേർഡ് ബാൽക്കണിയുമാണ് വരുന്നത്. കവേർഡ് ബാൽക്കണിയുടെ മുകളിലായിട്ട് ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കാണ്. ഇവിടെ ഒരു എ ടൈപ്പ് സ്ട്രക്ചർ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ആ ടെക്സ്ചർ വർക്കിൻ്റെ ഡിസൈനും നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു കണ്ടംപററി ഡിസൈൻ വിത്ത് ഒരു ട്രഡീഷണൽ ഡിസൈൻ കൂടി വരുന്ന ഒരു വീടാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വീട് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണെന്ന്. ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം ധാരാളം വില്ലകൾ ഇവിടെ ഓൾറെഡി സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. ഏകദേശം ഒരു 30ഓളം വില്ലകളാണ് ഇവിടെ വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. 5 മീറ്റർ വിഡ്ത്താണ് റോഡിന് നൽകിയിരിക്കുന്നത്. അത് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇതാണ് വീടിൻ്റെ മതിൽ. സിമ്പിളായിട്ടുള്ളൊരു മതിൽ നൽകിയിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് ഇവിടെ വരുന്നു. ഒരു കണ്ടംപററി ഡിസൈനിൻ്റെ പോലത്തെ ഒരു മതിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗേറ്റ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. സെൻറ്റർ ഭാഗത്ത് GI ഷീറ്റ് ചെയ്ത CNC മെഷീൻ വർക്ക് ചെയ്ത ഭാഗം കാണാം. ഇനി വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരിക. അതിനു മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തുന്നതാണ്. അപ്പോൾ കോമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് കാർ പോർച്ച്. വിശാലമായിട്ടുള്ള കാർ പോർച്ചാണ്. കടപ്പ കല്ലുകളാണ് കാർ പോർച്ച് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വലിയ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കിണർ വെള്ളവും KW വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൃത്യമായി വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ഇതിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഇതാണ് കിണർ. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ വരെയാണ് ആ കടപ്പ കല്ല് നൽകിയിരിക്കുന്നത്. ഇതിന് പുറകിലേക്കായിട്ട് മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വിശേഷങ്ങൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ട് നല്ല നീളത്തിലാണ് നൽകിയിരിക്കുന്നത്. ഫുൾ ബോഡി ടൈലാണ് സിറ്റ് ഔട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്നത്. 2 സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പില്ലർ കാണാം. അവിടെ സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്. ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത്. മെയിൻ ഡോറ് വരുന്നത് തേക്കൂട്ടിലാണ്. നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഹാൻഡിൽ നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. നേരെ കാണുമ്പോൾ ഈ ജനലാണ് കാണുന്നത്. ഇവിടെയും ഒരു ജനൽ നൽകിയിട്ടുണ്ട്. 3 ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണക്ഷൻ ബോക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. ലോവർ ഡിസൈനാണ് ഇവിടെ വരുന്നത്. മുകളിലെല്ലാം ചാർക്കോൾ പാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും നല്ല മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഏകദേശം 10ഓളം ചെയറുകളൊക്കെ ഇട്ടിരിക്കാവുന്ന ഒരു ഡൈനിങ് സ്പേസ്. ഇവിടെ ആയിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് കളറുള്ള സെറയുടേതായിട്ടുള്ള ഒരു വാഷ് ബേസ്, ഒരു മിറർ, ഡിസൈൻ വർക്കെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് പോകുന്നത്. സ്റ്റെപ്പിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഒരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എൽ ഷേപ്പിലുള്ള ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ നിഷുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ അവിടെ ഇടയിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് കിച്ചൺ. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പ്യുവർ ഫ്ലെയിംസിൻ്റെ ഒരു ചിമ്മിനി നൽകിയിട്ടുണ്ട്. കിച്ചൺ വിൻഡോ ഇവിടെയാണ് വരുന്നത്. മുകളിലും താഴെയും കബോർഡുകളാണ്. ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഈ വർക്ക് ഏരിയ സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്തെടുക്കാം. ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് മാത്രമാണുള്ളത്. അത് നമുക്കിവിടെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോറ്. 2 ബെഡ്റൂമുകളും വലിപ്പമുള്ളത് തന്നെയാണ്. ഇതാണ് ബെഡ്റൂം. ഇവിടെ നമുക്ക് വലിയൊരു 4 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഒരു ജനൽ മാത്രമാണ് വരുന്നത്, അതുകൊണ്ടാണ് വലിയ ജനൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നമുക്ക് നല്ലൊരു വാൾ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് വരുന്നത് ഈ സ്പേസിലാണ്. വലിയ വാർഡ്രോബാണ്. ബ്ലാക്ക് കളറുള്ള ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. മൾട്ടി വുഡിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും ഒരു സ്റ്റോറേജ് സ്പേസും അതിന് കാണാം. ഇതാണ് ബാത്റൂം. ബാത്റൂം സ്ക്വയർ ഷേപ്പിലാണ് ബാത്റൂം വരുന്നത്. ഡോർ വരുന്നത് ഫൈബറിലാണ്. മാറ്റ് ഫിനിഷുള്ള ഒരു വാൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിനും സെറയുടേതാണ് എല്ലാ ഫിറ്റിങ്സും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. ഇത് സ്പേസ് സെയിം തന്നെയാണ്. 2 ബെഡ്റൂമൊക്കെ സെയിം സ്പേസാണ്. ഇവിടെ 2 പാളി ജനലാണ് കിടത്തിയിരിക്കുന്നത്. ഇവിടെ ഓരോ പാളികളിലുള്ള 2 ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് സെയിം തന്നെ, 3 പാളികളുള്ള വാർഡ്രോബ്. താഴെ 2 സ്റ്റോറേജ് സ്പേസ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ. ഇതിനകത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൂടുതലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വാഷ് ബേസിൻ കാണാം. സെറയുടേതാണ് വാഷ് ബേസിൻ. ഇവിടെ ക്ലോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് റെയിൻ ഷവറും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. കിച്ചൻ്റെയും ഡൈനിങ് സ്പേസിൻ്റെയും എല്ലാം ഇടയിൽ നിന്ന് ഈ ഭാഗത്തേക്കാണ് സ്റ്റെയർ പോകുന്നത്. ഗ്രാനൈറ്റാണ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഒരു ഷേപ്പിലുള്ള അപ്പർ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ 2 വശത്തും ജനലുകളുണ്ട്. 3 പാളികളിലെ ജനലുകളാണ്. ഇവിടെ വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്. അത്യാവശ്യം നല്ല വലിയ ഒരു യൂണിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഇനി 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുണ്ട്. ഇവിടെയാണ് ഒരു ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം സ്പേസ് തന്നെയാണ്. അതേ സ്പെസിഫിക്കേഷനും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സ്പേസ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെയാണ് ബാത്റൂം. ഈ ബാത്റൂം അല്പം കൂടി വലിപ്പമുള്ളതാണ്. ഏറ്റവും വലിയ ബാത്റൂം ഇതാണ്. 2 ഡിഫറെൻറ്റ് കളറുള്ള വാൾ ടൈലുകൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ ക്ലോസറ്റ്, ഇവിടെ ഷവർ. ഈ വീടിൻ്റെ ബാത്റൂമുകളെല്ലാം ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. അത് നല്ല വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ചെറിയൊരു അയൺ ചെയ്യാവുന്ന ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ടാപ്പ് വരുന്നുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സ്റ്റെപ്പ് കോൺക്രീറ്റിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതാണ് ബാൽക്കണി. ബാൽക്കണി നീളത്തിലുള്ളതാണ്. സിറ്റ് ഔട്ട് പോലെ തന്നെയാണ് ബാൽക്കണി വരുന്നത്. ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്പേസ്, കാർ പോർച്ചിൻ്റെ മുകൾ വശമാണ്. അപ്പോൾ ഒരു ഓപ്പൺ സ്പേസും ഒരു കവേർഡ് സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ഇവിടെ ലോവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമായിട്ടാണ്. അപ്പോൾ നല്ലൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നല്ലൊരു വീടാണ് നമ്മൾ കണ്ടത്.
വീട് വരുന്നത് കളമശ്ശേരിക്ക് അടുത്തായിട്ടാണ്. ന്യൂ ആളസ് കോളേജിൽ നിന്നും ഏകദേശം ഒരു 1.25 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. മെഡിക്കൽ കോളേജിലേക്കും ഏകദേശം ഒരു 2 കിലോമീറ്റർ താഴെ അകലം വരുന്നുണ്ട്. ഹൈവേയിലേക്ക് NH വരുന്ന ദൂരം 4 കിലോമീറ്ററാണ്. വിദ്യോദയ സ്കൂളിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ആലുവയിലേക്ക് ഒരു 7.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രൈസ് ഹൈക്ക് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഈ വീടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്, പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അപ്പോൾ വാച്ച് ചെയ്തതിന് നന്ദി.